മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അഖിൽ മാരാറ് ദേശീയതയിലേക്ക് അണിചേർന്നിരിക്കുന്നു. അല്ല, നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തുന്ന പുതുയുഗ യാത്രയൊക്കെ അവസാനിക്കുമ്പോഴേക്ക് കോൺഗ്രസിന്റെ യുഗം തന്നെ അവസാനിക്കോ? എന്തൊക്കെ വാർത്തകളെ ഇപ്പോ കോൺഗ്രസുമായിട്ട് നിരന്തരം പുറത്തു വരുന്നത്. ഷാഫി പറമ്പിലും VD സതീശനും പരസ്യമായിട്ട് സ്റ്റേജിൽ നിന്ന് അടികൂടുന്നു. അങ്ങനെ കുറെ അടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇപ്പൊ അഖിൽ മാരാറ് കോൺഗ്രസ് വിട്ട് ദേശീയതയിലേക്ക് അണിചേർന്നിരിക്കുന്നു. ഈ അഖിൽ മാരാറ് കോൺഗ്രസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് വകതിരിവൊന്നുമില്ല. എന്നാൽ പൊതുജനത്തിനറിയാം. കോൺഗ്രസ് അനുഭാവിയായിട്ട് നിന്നുകൊണ്ട് അഖിൽ മാരാറ് കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരു KSUക്കാരനോ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ ചുമതലയിലുള്ള ഇത്തരം ആളുകൾ ചെയ്യുന്നതിന്റെ ഒരു 100 ഇരട്ടി പണി കോൺഗ്രസിന് വേണ്ടിയിട്ട് അഖിൽ മാരാറ് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം നടത്തിയിട്ടുണ്ട്. നിരന്തരം വീറോടെ വലിയ രീതിയിൽ കോൺഗ്രസിനെ പ്രതിരോധിച്ചുകൊണ്ട്, കോൺഗ്രസിന് വേണ്ടി വാദിച്ചുകൊണ്ട്, വലിയ ഒരു ആവേശം വിതറിക്കൊണ്ട് കോൺഗ്രസിന് വേണ്ടി അഖിൽ മാരാറ് വാദിച്ചിട്ടുണ്ട്. ആ അഖിൽ മാരാറ് കോൺഗ്രസ് വിട്ട് ദേശീയതയിലേക്ക് അണിചേർന്നു. സ്വാഭാവികമായിട്ടും ദേശീയത കേരളത്തിൽ ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾക്കും ഇത് വലിയ പ്രതീക്ഷയും വലിയ കരുത്തും പകരുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ കോൺഗ്രസ് വിട്ട് ഈ കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള അഖിൽ മാരാറ് കോൺഗ്രസിലേക്ക് എടുത്ത് ആറ്റിലെറിഞ്ഞുകൊണ്ട് ദേശീയതയിലേക്ക് അണിചേരുന്നതിൽ ഈ അഖിൽ മാരാറെ ഒരു തരത്തിലും ഒരു രീതിയിലും ഒരു എതിരഭിപ്രായം പറയാൻ ഒരാൾക്കും സാധിക്കില്ല. അത് കോൺഗ്രസ്സുകാർക്ക് പോലും സാധിക്കില്ല. കാരണം എന്താ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പറയുന്ന അഖിൽ മാരാറ് സതീശനൊക്കെ വേണ്ടിയിട്ട് നിരന്തരം പോസ്റ്റ് ഇടും. അതായത് ഞാൻ കുറച്ച് ഉദാഹരണം ഒന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം. PV അൻവർ വിഷയത്തില് സതീശന് ഈ PV അൻവറിനെയൊക്കെ മാറ്റി നിർത്തിയ സമയത്ത് അഖിൽ മാരാർ രംഗത്ത് വരുന്നു. വീറോടുകൂടി തന്നെ പോസ്റ്റ് ചെയ്യുന്നു. ഈ പറയുന്ന സതീശൻ നിലപാടുള്ള നട്ടലുള്ള നേതാവ്, ഇതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് അഖിൽ മാരാർ ഒരു പോസ്റ്റ് ചെയ്ത് ഒന്ന് കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോ സതീശനെ നോക്കുമ്പോ സതീശന്റെ മടിയിലുണ്ടാവും PV അൻവർ. ഇത് കേരളക്കാരെ ഒന്നടങ്കം കണ്ടല്ലേ? മാനം ഉളുപ്പു അഭിമാനമുള്ള ഒരാൾക്ക് ഇതൊക്കെ കാണുമ്പോ എന്നിട്ടും അത് സഹിച്ച് മുന്നോട്ട് പോയി. പിന്നീട് കാണുന്നു സതീശൻ സ്റ്റേജിലൊക്കെ കയറിയിട്ട് വലിയ വർഗീയതക്കെതിരെ പ്രസംഗം നടത്തുക. അതൊക്കെ കണ്ട ആവേശത്തിൽ വാരി വിതറി. പിന്നീട് കാണുന്നുണ്ട് ഇതേ സതീശൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയോ, ജമാഅത്തെ ഇസ്ലാമി എന്താണ് ചെയ്തത്? ഇതൊക്കെ കേൾക്കുമ്പോ പിന്നെ നട്ടപ്പിരാന്തെടുത്തിട്ട് കോൺഗ്രസ് ഒക്കെ വലിച്ചെറിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. കോൺഗ്രസ് ആണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോ പച്ച വർഗീയത വെള്ളവും വളവും ഒഴിച്ച് നിരന്തരം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അഖിൽ മാരാറ് തിരിച്ചറിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണെന്നൊക്കെ ചോദിക്കുന്ന, വർഗീയതയാണോ എന്നൊക്കെ ചോദിക്കുന്ന സതീശന്റെ ഒപ്പം ബുദ്ധിയും വിവരം വിവേകമുള്ള ആർക്കെങ്കിലും നിൽക്കാൻ സാധിക്കുമോ? ഈ അഖിൽ മാരാറ് കൃത്യമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മാറി? കൃത്യമായിട്ട് പറയുന്നു, വികസന കാഴ്ചപ്പാട് കേരളത്തിലെ ജനതയുടെ നന്മയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കും, നിങ്ങൾ അതൊന്ന് ഇട്ടു. അങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ ഏറ്റവും അടുത്ത് റീസെന്റ് ആയിട്ട് നമ്മുടെ MP പ്രേമേന്ദ്രൻ പറഞ്ഞു, റെയിൽവേയിൽ നാളിതുവരെ കാണാത്ത ഒരു വികസനമാണ് നടന്നത്. രാജ്യത്തും നാളിതുവരെ കാണാത്ത വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. അതേസമയം തന്നെ നമ്മുടെ കേരളം പലപ്പോഴും ചിന്തകൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിന് തന്നെ മന്ത്രിയായിരുന്ന C. ദിവാകരൻ ഇത് സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് നമ്മുടെ നാട്ടിലുള്ളതെന്നും ഇവിടെ നിന്ന് എന്താണ് കയറ്റുമതി ചെയ്യുന്നതെന്നും ഏത് മേഖലയിലാണ് കേരളം അഭിമാനിക്കേണ്ടതെന്നും ഒക്കെ തന്നെ C. ദിവാകരൻ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പൊ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ഉപരി ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിഷൻ, ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ ഈ ചിന്തകളിൽ എല്ലാ അർത്ഥത്തിലും അവിടെയാണ് 2020യുടെയും NDയുടെയും BJPയും തമ്മിലുള്ള ഒരു ലയനം വരുന്ന സമയത്ത് എന്താണ് BJP ഉദ്ദേശിക്കുന്നത്? 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കാൻ NDA തീരുമാനിക്കുമ്പോൾ 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ? നിങ്ങൾ കേട്ടില്ലേ? നാടിന്റെ നന്മ, വികസനം, അത് കൃത്യമായിട്ട് അഖിൽ മാരാറ് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് 2020യിൽ ചേർന്നത്, NDAയുടെ ഭാഗമാവുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു. ഇതൊക്കെ കണ്ടൊരു കൂട്ടരെ ജിഹാദികള്, തീവ്ര ചിന്താഗതിക്കാര്, തുടാപ്പികള്, കമ്മികള്, കൊങ്ങികള് ഉറഞ്ഞ തുള്ളി രംഗത്തെത്തി. ഒരു മാത്രമൊന്നല്ല, കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഈ ഒരു പത്രസമ്മേളനത്തിൽ ആവുന്നത് പോലെ കുരുപൊട്ടിക്കുന്നുണ്ട്.
അതെങ്ങനെയാണല്ലോ, ഈ ദേശീയതക്കൊപ്പം നിലനിന്ന് കഴിഞ്ഞാൽ പിന്നെ ആവുന്നത് പോലെ ആക്രമണമായിരിക്കല്ലോ. ഒരുപാട് ആളുകൾ തെറിവിളികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഉദാഹരണങ്ങളൊന്നും ഇവിടെ വെക്കാം, ഞാൻ ഓരോന്ന് വായിച്ചു കേൾപ്പിക്കാം. ആദ്യത്തെ കമന്റ് ആണ്, ഈ വർഗീയവാദി നാരിക്ക് എന്ത് നിലപാട് എന്ന്. വർഗീയവാദി അതങ്ങനെയാണല്ലോ, കോൺഗ്രസ് വിട്ടാ പിന്നെ വർഗീയവാദി. കോൺഗ്രസ് അനുഭാവി എന്നതെന്ന് മാറ്റി നിർത്തിയാൽ വർഗീയവാദിയായി. പിന്നെ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികൾക്കും അറിയാം, ഇവിടെ AP അബൂബക്കർ മുസ്ലിയാരെ പോലും മുസ്ലിം അല്ല എന്ന് ഈ ജിഹാദികൾ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? AP അബൂബക്കർ മുസ്ലിയാർ സംഘിയാണെന്ന് ഈ പറയുന്ന ജിഹാദികൾ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? AP അബൂബക്കർ മുസ്ലിയാർ കാവി സംസ്ഥയാണെന്ന് ഇവിടെയുള്ള നെറികെട്ട ജിഹാദികൾ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പേ നിങ്ങൾ വർഗീയവാദി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ദേശീയതക്കൊപ്പം നിലകൊള്ളുന്ന ആളുകൾക്ക് പുല്ലാണ് എന്നാണ് ഇത്തരം ജിഹാദികളോടൊക്കെ തന്നെ പറയാനുള്ളത്. എന്നാലും നിങ്ങൾക്കൊന്ന് ഓർക്കണേ, കോൺഗ്രസ് അനുഭാവിയിട്ട് 2020 ഒരു അംഗത്വം എടുക്കുമ്പോയി വർഗീയവാദി ഇങ്ങനെ ഈ ജിഹാദികളെ പോലെ നിറകെട്ടവന്മാർ ലോകത്ത് വേറെ എവിടെയുണ്ടോ? അടുത്ത കമന്റാണ്, ഒരുപാട് ആളുകളുണ്ട്. അടുത്ത കമന്റാണ്, അഖിൽ മാരാറ് സ്വാതന്ത്ര്യ സമര സേനാനി ഒന്നുമല്ലോ. കോൺഗ്രസിൽ നിന്ന സമയത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോയാ ഇതുവരെ ഇവര് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണോ കൊണ്ടുവരുന്നിരുന്നത്? എന്തൊക്കെ തരത്തിലുള്ള കമന്റുകളാ! അഖിൽ മാരാറിനൊരു മൂല്യമുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അനുഭാവിക ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം അദ്ദേഹത്തിനൊപ്പം നിന്നിട്ടുണ്ടായിരുന്നത്. അല്ലെ? അതിലൊരു തർക്കമില്ലാത്ത വിഷയല്ലേ? അദ്ദേഹത്തിന് ഒരു മൂല്യമുണ്ട്. നാടിന്റെ നന്മ അത് വൈകിയാണെങ്കിലും അഖിൽ മാരാറ് തിരിച്ചറിഞ്ഞു. നാട്ടിൽ വർഗീയത ആളിക്കത്തിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് അഖിൽ മാരാറ് തിരിച്ചറിഞ്ഞു. വികസന കാഴ്ചപ്പാടുള്ളത് നരേന്ദ്രമോദിക്കാണ് എന്ന് അഖിൽ മാരാറ് തിരിച്ചറിഞ്ഞു. ഈ രാജ്യത്തിന്റെ വളർച്ച നരേന്ദ്രമോദിയിലൂടെ സാധ്യമാവൂ എന്ന് അഖിൽ മാരാറ് തിരിച്ചറിഞ്ഞു. രാജ്യ പുരോഗതി ലക്ഷ്യം കാണുന്ന ആളുകൾ ദേശീയതക്കൊപ്പം നിൽക്കും. അപ്പൊ ഇദ്ദേഹമൊക്കെ അവിടെ നിന്ന സമയത്ത് വലിയ സംഭവം. അതേ സമയം ഇവിടെ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് കൊര തുടങ്ങി. അടുത്ത ഒരുപാട് ആളുകൾ തെറിവിളികളുമായിട്ട് നടക്കുന്നുണ്ട്. ചാണകം തേടിയുള്ള യാത്ര അവസരം തേടി നടക്കുന്നവർക്ക് ഏത് വൃത്തികേടും ചേരാം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി, അതായത് തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശില് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തേടിപ്പിടിച്ച് കൂട്ടക്കൊല നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിനേക്കാൾ നെറുകേടുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തുണ്ടോ? ആ കോൺഗ്രസിനെടുത്ത് ആറ്റിലെറിഞ്ഞുകൊണ്ട് അഖിൽ മാരാർ എറിയുമ്പേ ഇവിടെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവർ ഇരുകൈയും നീട്ടി സ്വീകരിക്കൂ. ഇങ്ങനെ അഖിൽ മാരാർ വരുമ്പോ, ഇങ്ങനെ കാന്തപുരം ഉസ്താദ് പോയിട്ട് നരേന്ദ്രമോദിക്ക് കൈ കൊടുക്കുമ്പോ ഇവിടെ ഇങ്ങനെ കുരുപൊട്ടലും വലിയ തെറിവിളികളുമാ. ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, ദേശീയത കേരളത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും, ഈ ഓരോ ആളുകൾ വരുമ്പോഴും ഒരു മാലയിൽ കോർക്കുന്ന മുത്തുമണികളെ പോലെ ഇങ്ങനെ ഓരോന്ന് കോർത്ത് ഇവിടെ ഒരിക്കൽ ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ ദേശീയത ഉയരുക തന്നെ ചെയ്യും. അതുവരെ ജിഹാദികളൊക്കെ ഇങ്ങനെ കുരുപൊട്ടി ഇവിടെ ഒന്നും നടക്കില്ല എന്ന പ്രതീക്ഷയായിട്ട് തെറി വിളിച്ച് അങ്ങനെ നടക്കൂ. അതേസമയം ദേശീയത ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള് ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് വരുന്ന ഓരോ മുത്തുമണികളെയും മാലയിൽ കോർത്ത് ഇവിടെ ദേശീയത ഉയർത്തുക തന്നെ ചെയ്യും. ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ഇവിടെ തുറന്നു പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കേരളം ദേശീയതയിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഒരു തർക്കവും അതിലാർക്കും തന്നെ വേണ്ട.